ഏഷ്യാനെറ്റിലെ സിൽവർ സോം സവാരി എന്ന പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയെടുത്ത റിമി ടോമിയായി എത്തുന്നു. ശ്രദ്ധിക്കൂ, റബ്ബർ ഫോം സഫാരി എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഹലോ, റബ്ബർ ഫോം സഫാരിയിലേക്ക് സ്വാഗതം. എൻ്റെ ചേട്ടോ എന്ന് പറയണ്ട. ഹലോ, ആദ്യത്തെ കോൾ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, ആരാ വിളിക്കുന്നത്? അത് മൂവാറ്റുപുഴയിൽ സുല്ലാണ്. മൂവാറ്റുപുഴ സുനിച്ചായനാണോ? എന്നാ ഉണ്ട് സുനിച്ചായ വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? മോളുടെ ഈ പ്രോഗ്രാമിന് എന്താണ് ഈ റബ്ബർ ഫോം സഫാരി എന്ന് പേരിട്ടിരിക്കുന്നത്? അതെ ചേട്ടാ, ഞാൻ പാലാക്കാരിയല്ലേ. അപ്പൊ പാലായിൽ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ പോയി ചാടുന്ന പോലെ ഞാൻ ചാടും. അത് ശരി, അതുകൊണ്ടാണ് മോളിങ്ങനെ ചാടുന്നല്ലേ? അതെ. എന്താണ് മോളുടെ ഈ തുള്ളലും ചാട്ടവും കണ്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ കേട്ടോ. പ്രോഗ്രാമൊക്കെ വളരെ ഇഷ്ടമാണ്. ആണ്. അപ്പൊ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെ വിശേഷങ്ങളൊക്കെ? വീട്ടിൽ വിശേഷം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് മോളെ. കഴിഞ്ഞ ആഴ്ച എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ആണോ? ഇനി അടുത്ത കോൾ ആരാന്ന് നോക്കാം. ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, ഇത് റാന്നിന്നാണ്. റാന്നിന്നാണോ? റാന്നിന്ന് ആരാ വിളിക്കുന്നത്? റാന്നിന്ന് രാജൻ. രാജൻ എന്നാ ചെയ്യുന്നു? ഞാൻ കൃഷിപ്പണിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ പനിയൊക്കെ വന്ന് ഞങ്ങള് 4 സഹോദരങ്ങളുണ്ട്, 4 പേരും തളർന്നുപോയി. ആണോ? അപ്പൊ അടുത്ത കോൾ ആരാ നോക്കാം. ഹലോ, ആരാണ്? ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഇത് ആന്റണിയാണേ. ആന്റണിയാണോ? പാലായിന്ന്. പാല എവിടെന്നാ? പാലായില് അൽഫോൺസോ കോളേജിലെ പ്രിൻസിപ്പളാണ്. അയ്യോ, ഞാൻ പഠിക്കുന്ന അൽഫോൺസോ കോളേജിലാണ്. അയ്യോ, എന്നോണ്ട് വിശേഷം? സുഖം തന്നെ. മോളെ, ഒരു 2 വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി പോയതാണല്ലോ. എന്നിട്ട് ഇതുവരെയായിട്ട് പിന്നെ കാണാനില്ലല്ലോ. അത് കാണാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര തിരക്കായി പോയി. സ്റ്റേജ് ഷോ ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, സിനിമയുണ്ട്, അങ്ങനെ ഒത്തിരി പ്രോഗ്രാം. ശരി, മോക്ക് ഭയങ്കര തിരക്കായി പോയല്ലേ? അതെ ചേട്ടാ. അത് കുഴപ്പമില്ല, അത് നന്നായി. പിന്നെ മോളെ ഒരു സമ്മാനം ഞാൻ ഐസ്ക്രീം ആണോ ചോക്ലേറ്റ് ആണോ? ഐസ്ക്രീമും ചോക്ലേറ്റും അല്ല, വേറൊരു സമ്മാനമാണ് ഞാൻ മോള് നേരിട്ട് തരാമെന്ന് വിചാരിക്കുക. അപ്പൊ നേരിട്ട് വരെ അഡ്രസ് അറിയോ? പ്രൊഡ്യൂസർ റബ്ബർ ഫോം സഫാരി കെയർ ഓഫ് പുളിയറക്കോണം 695 നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ മോളുടെ അടുത്തെത്തി. മോളുടെ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. എന്ത് സമ്മാനം തരാം മോനെ? 2 വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി നീ കോളേജിൽ നിന്ന് ഇറങ്ങി പോയതല്ലേ? എന്നാ ഇതാ പിടിച്ചോ, സസ്പെൻഡ് ഓർഡറാ. സൂര്യ ടി വിയിൽ ഞാനൊരു ഷോ ചെയ്യുന്നുണ്ട്, സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ട്. അതിലെൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ടി വിയിൽ കാണുന്ന പരിപാടിയാണ് കടമറ്റത്ത് കത്തനാർ. നിങ്ങളും കാണുന്നുണ്ടാവും. അപ്പോൾ ഈ കത്തനാർ യഥാർത്ഥത്തിൽ ഈ മാന്ത്രിക വിദ്യകൾ കാണിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അത് സംശയം തോന്നിയത് പിന്നെ ഞാൻ പുരാണ പുസ്തകങ്ങൾ വായിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം കുറേ മാന്ത്രിക വിദ്യകൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. പക്ഷേ പലരും പറഞ്ഞു ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്നതൊക്കെ ക്യാമറ ടെക്നിക്കുകളാണെന്ന്. ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഞാൻ കത്തനാരുടെ സ്ഥലത്തേക്ക് ചെല്ലുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവിടെ ഒരു കത്തനാരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. ശേഷം എന്താണ് ഉണ്ടായത് കാണുക. ഈശ്വര, കത്തനാരുടെ താമസ സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്തായാവോ? കത്തനാരുണ്ടോ? കത്തനാരുണ്ടോ? കത്തനാരില്ലേ ഇവിടെ? ഹലോ, നമസ്കാരം. കത്തനാരൊന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അല്ല, ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ്. ചാനലിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ കത്തനാരെ കണ്ടിട്ട് ഒന്ന്. അച്ഛനല്ലേ? പിന്നെ അച്ഛനില്ലെന്നാ? തന്റെ അച്ഛനല്ല, കത്തനാരച്ഛൻ ഇവിടെ ഉണ്ടോ? ഒന്ന് അകത്തുണ്ടോ? ഒന്ന് വിളിച്ചാ കാണാൻ പറ്റുമോ? അച്ഛോ, അച്ഛാ, നീ വിളിക്ക്. എന്റെ പൊന്നു മോനെ, അങ്ങനെ ഒന്നും വിളിച്ച അച്ഛൻ വരത്തില്ല. പിന്നെ എങ്ങനെ വരൂല? ടേപ്പ് റെക്കോർഡിൽ കാസറ്റ് ഇട്ടിട്ട് മ്യൂസിക് കേൾപ്പിക്കണം, എന്നാലേ അച്ഛൻ വരുവുള്ളൂ. ആ മ്യൂസിക് വന്നിട്ട് അച്ഛോ. അച്ഛോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും ഈ പറഞ്ഞപ്പോ തന്നെ വടി ഒടിഞ്ഞു പോയി. അച്ഛോ, അച്ഛന്റെ മാജിക്കുകൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളാണ്. 2-3 ഐറ്റംസ് ഒന്ന് കാണിച്ചു കൊടുത്തേ.
അച്ഛന്റെ ഒത്തിരി മാന്ത്രിക വിദ്യകൾ ടി വിയിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്, ഒറിജിനൽ രണ്ടെണ്ണം അപ്പൊ കാണിച്ചു എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചാല് ഞങ്ങൾക്ക് വിശ്വസിക്കാമായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ? അതെ അതെ. എന്നെ നട പോയി ഇവൻ പറയുന്നത്. ഈ അച്ഛനെന്താ എന്നതാടാ അത് അച്ഛൻ്റെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് അല്ലേ? ഇതൊക്കെ അച്ഛൻ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതൊന്നും വിചാരിക്കണ്ടാ. അപ്പൊ എന്തെങ്കിലും ഒരു മാന്ത്രിക വിദ്യ ഒന്ന് കാണിക്കാവോ? അച്ഛോ വരം കാണിച്ചു കൊടുത്തേ നമ്മുടെ മറ്റേ സാധനം. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? ഇത് ഞാൻ വീട്ടിൽ കൊണ്ടേ നടാൻ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ്. ചെടി? അതെ. മണ്ണിൽ നടാതെ അത് ചെടിയായോ? അതെ, ഒരു മാസം കഴിയുമ്പോൾ പുഷ്പിക്കും. ഒരു മാസം കഴിയുമ്പോൾ പുഷ്പിക്കും. അതെ, വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഞാനത് പുഷ്പിക്കാം. ഇതോ സാധനം കൊടുത്തേ, അച്ഛൻ്റെ സാധനം കൊടുത്തേ, ഒരു മാസം കൊണ്ട്. എന്റെ ദൈവം ഇത് കണ്ട മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് അതോ ഇത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഒറിജിനൽ മനസ്സിലായില്ലേ? അതെ അതെ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയൂല. ഇല്ല. നമ്പർ കാണണോ? ഓക്കെ. ഇനി എന്താ ഉള്ളത്? ഇനി കാണണോ? അതെ. അച്ഛോ മറ്റേ നമ്പർ എടുത്തേ. ഏതാ നമ്മുടെ മറ്റേ നമ്പർ? ഏതാടാ? ഓ അറിയില്ലേ, പഴം തിന്നണത് കൈ തൊടാണ്ട്. വേണ്ട. അതെ, ഒന്ന് ഒരു പ്രാവശ്യം കൈ തൊടാണ്ട് പഴം തരും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. സംഭവം അത് ഞങ്ങൾ ലണ്ടനിൽ അവതരിപ്പിച്ചല്ലേ ഈ സാധനം പോയി. ആണല്ലേ? ഒന്ന് അവതരിപ്പിക്കച്ചാ. ലണ്ടനിൽ നമ്മൾ പഴം തിന്നില്ലേ? കൈ തൊടാണ്ട് അച്ഛൻ പഴം തിന്നും. ഉഗ്ര സംഭവം അത്. ആണല്ലേ? പിന്നല്ലേ പഴം വേണം. പഴമുണ്ട് എന്റെ അടുത്ത് പഴം. കൈ തൊടാതെ പഴം തിന്നും. ഓക്കെ. മോശമായ പഴം. നല്ല ബെസ്റ്റ് പഴം. ചീത്തപ്പഴം. നല്ല പഴം. ഇവിടെ ചീത്ത. ദേ നോക്ക്, അതിനിപ്പുറം. അത് നല്ല പഴം. ഇവിടെ അച്ഛൻ നോക്ക്, അതിനപ്പുറം. ചുമ്മാ പറയല്ലേ? ഇവിടെ നല്ല പഴം. അയ്യ ഇങ്ങോട്ട് അച്ഛ ദേ നോക്ക്, നല്ല പഴം. മഹാമാന്ത്രികൻ ഇത് കൈ തൊടാണ്ട് പഴം തിന്നു പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല അച്ഛൻ കൈ തൊട്ട് പഴം തിന്നോന്ന് പറഞ്ഞാ അച്ഛന്റെ കൈ തൊട്ടില്ലല്ലോ. എവിടെ പോണു? എന്റെ പൊന്നിയേട്ടാ, ഞാനൊരു കർഷകനാ. കർഷകർ ഈ ലോൺ എടുത്ത് കർഷകർ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ഭയങ്കര കടായി. അതുകൊണ്ട് ഞാൻ തൂങ്ങിച്ചാവാൻ പോണേ കാണും. ഈ കൈകൊണ്ട് തൂങ്ങിച്ചാവാൻ പോണേണ്. എന്റെ അച്ഛൻ എനിക്കിനി ജീവിക്കണ്ട, തൂങ്ങിച്ചാവും. പകല അച്ഛൻ ഇയാള് തൂങ്ങിച്ചാവാൻ പോണെന്ന്. എന്റെ പൊന്നച്ഛൻ എന്നെ അനുഗ്രഹിക്കും. ഹലോ, എന്റെ കാണിച്ചത് എന്റെ കാണിച്ചത് രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് എന്റെ കയറ് കയറാൻ എനിക്ക് വേലിയേക്കാനുള്ള കയറാ. ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്ക് കയറ് കാട്ടണോ? കയറുണ്ടെങ്കിലല്ലേ നീ തൂങ്ങിച്ചാവുള്ളൂ. ഇപ്പൊ വടിയല്ലേ, നീ ചാവാൻ പറ്റും. തൂങ്ങിച്ചവാനല്ലെന്ന്, എനിക്ക് വേലിയേട്ടാനുള്ള കയറാണത്. വേലിയോട്ടുള്ള കയറാ? അച്ഛനത് വടിയാക്കിയ അച്ഛ വേലിയോട്ടുള്ള കയറാണെന്ന്. വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് അച്ഛന്റെ വേറെന്തോ അഭ്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു. വേറെ ഒത്തിരി അഭ്യാസങ്ങളുണ്ട്. നമ്മതെ ഇവിടെ പോയില്ലേ, അമേരിക്ക പോയില്ലേ, ആ ഒരു സംഭവം കാണിച്ചു കൊടുത്താലാ. അമേരിക്കയിൽ ഞാനല്ലേ പോയുള്ളൂ, നീ വന്നില്ലല്ലോ. അല്ല ഈ ഷൂ ഊരാതെ സോക്സ് ഒരു പ്രാവശ്യം അമേരിക്കയിൽ ലണ്ടനിൽ വെച്ച് ഉഗ്രാടല്ലേ ഷൂ ഊരാണ്ട് അച്ഛൻ സോക്സ് വലിച്ചൂരി എടുക്കാനാന്ന്. അത് ഭയങ്കര കഴിവ് തന്നെ. അത് ഭയങ്കര കഴിവ്. അവിടെ എന്തോ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞു. ലണ്ടനിൽ വെച്ച് ഇത് കണ്ട് ഒരാൾ ബോധം കെട്ട് വീണ്. ഓ, ഈ അത്ഭുതം കണ്ടിട്ടാണോ? അത്ഭുതം കണ്ടില്ല, ആ സോക്സിന് ഭയങ്കര വൃത്തികെട്ട മണമായിരുന്നു. അതല്ല, ഈ ഷൂ ഊരാതെ സോക്സ് ഊരാൻ പറ്റുന്ന ആ വിദ്യ ഒന്ന് കാണിക്കാവോ? പ്ലീസ് ഒന്ന് കാണട്ടെ. മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ ഇതെന്തേ കാണിച്ചത്?
മഹാത്ഭുതം തന്നെയല്ലേ. ഷൂരത് സോക്സ് ഊരി തന്നെ കണ്ടു. പുള്ളിക്കാരൻ ഷൂമ തൊട്ടില്ല, ഷൂ രണ്ട് സോക്സ് ഊരെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാലിൽ ഷൂടാറില്ലല്ലേ? ഇല്ലില്ല, അത് മീത് വലിച്ചൂരി എടുക്കണ്ടേ, അപ്പൊ ഷൂടാറല്ലേ അല്ല പുള്ളിക്കാരൻ. മറ്റേ ഷൂ എന്താണ് തേഞ്ഞു പോയാ? ഇല്ലേ അത് ഓട്ടയാണ് നടന്നു നടന്നേ ഇരിക്കൂല്ലോ എടുത്തു. എപ്പോഴും നടപ്പാണ്. എപ്പോഴും നടപ്പല്ല, തേഞ്ഞു പോയി. ഓക്കെ ഓക്കെ. പിന്നെ ഈ ആദിവാസികൾ കത്തിക്കണോ ഇങ്ങനെ തീ ഉണ്ടാക്കും കല്ലൊരച്ചിട്ട്. അത് അച്ഛനല്ലേ ഉണ്ടാവും. നമ്മുടെ ആൾക്കാർക്ക് സ്വിറ്റ്സർലൻഡിൽ അവതരിപ്പിച്ചില്ല അച്ഛാ. എവിടെ? 2 കല്ല് കൊണ്ട് ഒരസിട്ട് പേപ്പർ കത്തിക്കും. ശരി ശരി ശരി. അത്രക്ക് ഭയങ്കര. ഒന്ന് ചെയ്യും. കാണാം. അച്ഛാ കടലാസ് കത്തിയില്ല. കടലാസ് കത്തിക്ക്. കടലാസ് കത്തിക്കണമെങ്കിൽ തീപ്പെട്ടി വേണം. അതുകൊണ്ട് ഇങ്ങനെ അതല്ലേ പറഞ്ഞോളൂ. അയ്യേ മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് കത്തനാർ കറുത്തനാർ. അല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ? സമ്മതിച്ചു. ഓക്കേ. അച്ഛൻ എന്താ പറഞ്ഞത്? കല്ല് കൊണ്ട് ഉറച്ചിട്ട് പേപ്പർ കത്തിക്കുന്നു. കല്ല് കൊണ്ട് ഉറച്ച് കല്ല് മനസ്സിലായി. ഇടയ്ക്ക് അച്ഛനൊരു വൃത്തിയായിട്ട കോമിക്കൊക്കെ കാണിക്കുന്നു. ഒന്നുമില്ല. ഹലോ ഇവിടെ എന്ത് പരിപാടിയത്? പിന്നെ പിപിയാ പിപിയാണെന്ന് മനസ്സിലായി. ഇത് എവിടെ പോണത് കൊണ്ട് അച്ഛോ എന്ന് നോക്കിയാന്ന് ഇത്രയും വയസ്സായ ആള് പി പി വെക്കണം. അങ്ങോട്ട് കൊടുക്കും. അയ്യോ അച്ഛ ഓടിച്ചോളണ്ട അച്ഛ ഓടിക്കണ്ട. അത് ഓടിച്ചു കളയും. പുള്ളിക്കാരി പ്രാന്ത് കഴിഞ്ഞ് ഭയങ്കര സംഭവം ഓടിച്ചു കളഞ്ഞിരുന്നു. സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട് കത്തനാർ കറുത്തനാർ. അതെ അച്ഛനോട് സംസാരിച്ച് എനിക്ക് തൊണ്ട വരണ്ടു. ഇത്തിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. അതെ അച്ഛൻ ഈ മാന്ത്രിക വിദ്യയിലൂടെ വെള്ളം ഉണ്ടാക്കും എന്ന് പറയുന്നത് ഒന്ന് അതെ എനിക്ക് മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട്. അതെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇങ്ങോട്ട് വരിക. കള്ളിയങ്കാട്ട് ജിജിയ ആണി അടിച്ചു വിട്ടാണ് കല്ലിയങ്കാട്ട് ജിജി. അല്ല അച്ഛാ ഇതൊക്കെ പോട്ടെ. ഇതൊക്കെ സാധാരണ ആൾക്കാർ കാണിക്കണാണ്. എനിക്ക് കണ്ടത് മുതുകാട് സാമ്രാജ്യം കാണിക്കുന്ന മാജിക്കാണ്. അതായത് ഈ ചങ്ങലിട്ട് പൂട്ടിയതിന് ശേഷം അതിന്റെ അകത്ത് രക്ഷപ്പെടുക. അത് പറ്റുമോ അച്ഛനെ? ചെയ്യോ? ഓക്കെ ചങ്ങലൊക്കെ ഞാൻ കൊണ്ടുവരുന്നത്. ആർക്കാണെങ്കിലും 2 പേരൊന്ന് കടന്നു വരിക എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ആർക്കാണെങ്കിലും ഒരു അച്ഛനെ ചങ്ങലിട്ട് പൂട്ടാൻ പോവുകയാണ്.
പ്രിയരെ, ആർക്ക് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം ഇദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ഈ ചങ്ങല യഥാർത്ഥത്തിൽ പൂട്ടിയതാണോ എന്ന് ആർക്ക് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം. പ്ലീസ്, ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വരാം. പ്ലീസ്, അവിടുത്തെ ലൈറ്റ് ഒന്ന്